വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. കറക്റ്റായിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ പോയിന്റും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലും അതുപോലൊരു മൊമെൻ്റ് ഉണ്ട്. രാവിലെ ബാങ്ക് നിഫ്റ്റി ഇന്നെന്ന് പറഞ്ഞാൽ 26 ജൂണാണ്. ഇന്നത്തെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ സെല്ലിലോട്ടാണ് പോയത്. രാവിലെ ഡൗൺ ട്രെൻഡ് കുറച്ച് മാർക്കറ്റ് ഇറങ്ങിയിരുന്നു, പക്ഷേ നിഫ്റ്റി അവിടെ ഒരു ഡൗൺ കാണിച്ചില്ല, തിരിച്ചാണ് കയറിയത്. ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലെടുത്തവർക്ക് അവിടെ റിവേഴ്സൽ പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പോയിന്റ് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരുപാട് ലോസ് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ആ സെല്ലിൽ. അപ്പോൾ ലോസിലേക്ക് പോയിട്ടുമുണ്ട്, മാർക്കറ്റ് റിവേഴ്സിൽ കയറിയിട്ടുമുണ്ട്. പക്ഷേ ആ ലോസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കറക്റ്റായിട്ട് എക്സിറ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അതിന് ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റും നമുക്കെടുത്ത് റിവേഴ്സിൽ നമുക്ക് ഒരുപാട് ലോസിലേക്ക് പോകാതെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയുന്നത് എന്നുള്ളത് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് തന്നെ, ഇത് മോർണിംഗ് മൊമെൻ്റ് ആണ്. മോർണിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബൈ ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ നിഫ്റ്റിയിലും. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ലൈവിൽ കാണിച്ചു തരാം. ആ ലൈവിൽ കാണാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രേഡ് നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ബൈ വന്നതിൻ്റെ കണ്ടിന്യൂഷൻ, കഴിഞ്ഞ ദിവസം നമുക്ക് ആക്ച്വലി ബൈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 25 ഒരു 12:30 കഴിഞ്ഞ ശേഷം മാർക്കറ്റ് 23,622 തന്ന ബൈ ആണ്. അവിടുന്ന് ടാർഗറ്റുകൾ 3 നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് നമുക്ക് ആക്ച്വലി തന്ന ബൈ, ആ ബൈ ഓൾറെഡി കൺഫേംഡ് ആയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റി ബൈ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ തന്ന കണ്ടിന്യൂഷൻ തന്നെയാണ് പോയത്. ഇടയ്ക്ക് സെല്ല് വന്നിട്ടും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ സിഗ്നൽ തരുമ്പോൾ നമുക്ക് ആക്ച്വലി ബെൽസ്, ഇപ്പോൾ ഒരു സിഗ്നൽ തന്നാൽ നമുക്കിങ്ങനെ സൗണ്ട് എഫക്റ്റോടുകൂടി നമുക്കിങ്ങനെ അലേർട്ട് മെസ്സേജ് ആയിട്ട് സോഫ്റ്റ്വെയർ തരും. അപ്പോൾ അതോടൊപ്പം നമുക്ക് ആക്ച്വലി ഡീറ്റെയിൽസ്, ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഏതാണോ, ലേറ്റസ്റ്റ് സിഗ്നൽ ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലുണ്ടാവും, താഴെ ഉണ്ടാവും. ഇപ്പോൾ ഈ ബൈ സിഗ്നൽ ആക്ച്വലി വന്ന സമയത്തെ ഡീറ്റെയിൽസ് ആണ് മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നത്. ആ സിഗ്നൽ പ്രകാരം ഇതുവരെ നമുക്ക് 211 പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ട്രേഡ് ഇന്നലത്തെ കണ്ടിന്യൂഷൻ തന്നെയാണ് പോയത്. അപ്പോൾ അതുപോലത്തെ ട്രേഡിൽ നമുക്ക് എവിടുന്ന് എൻട്രി എടുക്കാം എന്നുള്ള സോഫ്റ്റ്വെയർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സോഫ്റ്റ്വെയർ റീ എൻട്രി തരും. ഇപ്പം ഒരു സിഗ്നൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ കോർണറിൽ ഇപ്പോൾ തന്നിരിക്കുന്ന പോലെ റീ എൻട്രി ലെവൽ, അപ്പോൾ റീ എൻട്രി നമുക്ക് ഇവിടെ തന്ന റീ എൻട്രി ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, റീ എൻട്രി തന്നില്ല എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പോകുന്നുണ്ട്. അവിടെ നമുക്കൊരു എൻട്രി പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ രണ്ടാമത് ഇവിടുന്ന് ഒരു ഹ്യൂജ് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്, നല്ലൊരു ബ്രേക്ക് ഔട്ട് 23,749 ഇത് പോയിട്ടുണ്ട്. അവിടെ നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓപ്ഷൻ പ്രകാരം നോക്കുമ്പോൾ 23,742 ആണ്. അപ്പോൾ നമുക്ക് 23,700 എടുക്കാം, അല്ലെങ്കിൽ 600, 400. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ വ്യൂവിൽ സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള മാർജിൻ പോലെ നമുക്ക് അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 23,700, 600, 500 ഞാൻ 3 ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി 600 ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിൽ 5 മിനിറ്റ്സ് ആണ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യാറ്. 1 മിനിറ്റ് നമ്മൾ സ്കാൽപ്പിങ്ങിലാണ് നമുക്ക് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബൈ വന്നിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 10:59 214 ബൈ തന്നു. ടാർഗറ്റുകൾ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ വന്ന സമയത്ത് കൺഫേംഡ് ആയിരുന്നു, അവിടുന്ന് തന്നെ എടുക്കാം. അവിടുന്ന് നേരെ കയറി ഇപ്പം 3 ടാർഗറ്റ് അടിച്ച് ഇപ്പം ടോട്ടൽ 214 നമുക്ക് എടുത്ത പോസ്റ്റ് ഇപ്പോൾ 273 ആണ്. ഇപ്പോൾ കുറച്ച് ഡൗൺ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മാർക്കറ്റ് നമുക്ക് 273 അല്ല, നമുക്ക് ഒരു 87 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ബാക്ക് അടിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പൊസിഷൻ തന്നിട്ടില്ല. ഇപ്പോൾ ഈ പ്രീമിയം ചാർട്ടിൽ ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ സിഗ്നൽ തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു സെൽ സിഗ്നൽ തരാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടുന്ന് ഒരു ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പ്രീമിയം ചാർട്ട് നോക്കി ഒരിക്കലും കൺഫർമേഷൻ നോക്കരുത്. മെയിൻ ചാർട്ടിൽ കൺഫർമേഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് നിഫ്റ്റിയിൽ, അതായത് പ്രീമിയത്തിൽ എടുത്താൽ മതി. എല്ലാവർക്കും അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. കാരണം ഇന്നലത്തെ സെല്ലും അതുപോലെയാണ് നിങ്ങൾക്ക് റിവേഴ്സിൽ പോയിരിക്കുന്നത്. നമ്മളെപ്പോഴും പ്രീമിയം ചാർട്ട് നോക്കിയിട്ട് അവിടെ കൺഫേം, കാരണം പ്രീമിയം ചാർട്ടിൽ പെട്ടെന്ന് സിഗ്നൽ കിട്ടും. നമുക്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ കൺഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ നമുക്ക് അവിടെ എടുക്കാനേ നോക്കണ്ട. പ്രീമിയത്തിൽ മെയിൻ ചാർട്ടിൽ കൺഫേം ആണെങ്കിൽ മാത്രം നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ, അതായത് പ്രീമിയം ചാർട്ടിലേക്ക് എടുത്തേച്ചാൽ മതി. ഓക്കെ.
അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡൗൺ ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് അവിടെ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് മോർണിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് റിവേഴ്സൽ പോയിന്റ് മനസ്സിലാകുന്ന എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സെല്ല് വന്നു. ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയിൽ കൺഫേംഡ് ആയിരുന്നു, ക്യാൻഡിലും റെഡാണ്, താഴെ റെഡിന് സെൽസ് ഒന്നും വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യം വന്ന റെഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹോളോ ക്യാൻഡിൽസ് കാണിച്ചു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ റെഡ് വന്നു, പിന്നെ ഇടയ്ക്ക് റിവേഴ്സ് പോകുന്ന സമയത്ത് ഹോളോ, ഈ ഓറഞ്ചും ബ്ലൂവും അതേപോലെ ഹോളോ ക്യാൻഡിൽസ്, ഈ എക്സ്ട്രാ കാണുന്ന കളേഴ്സ് നമുക്ക് സൈഡ് വേസ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോർഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സിൽ പോകുമ്പോൾ ഇവിടെ ക്രോസ് അപ്പ് ആൻഡ് ക്രോസ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് നമുക്ക് തരും, അലേർട്ട് മെസ്സേജ് ആയിട്ട്. അപ്പോൾ ആ സിഗ്നൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അവിടുന്ന് മെസ്സേജ് അലേർട്ടായിട്ട് തരുകയും ചെയ്യണം, അവിടുന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ രാവിലെ ഓപ്പൺ ആയപ്പോൾ അവിടെ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലുള്ള പോർഷൻസ് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് പോകുന്ന സമയത്ത് എടുത്തേച്ചാൽ മതി. അപ്പോൾ രണ്ട് എഗൈൻസ്റ്റ് ആയിട്ട് പോകണം, അവിടെ ട്രേഡ് എടുക്കാൻ നിൽക്കേണ്ട, ഏതെങ്കിലും ഒന്ന് എങ്ങോട്ടെങ്കിലും തിരിയുന്നവരെ വെയിറ്റ് ചെയ്യുക, അതാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ നമ്പറും ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.